പി വി അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്തെ ഹോട്ടൽ ടെറസിൽ വെച്ച് പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു. എല്ലാ പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊൽക്കത്തയിൽ എത്തുകയും തൃണമൂൽ നേതാക്കളുമൊക്കെയായി സംസാരിച്ച് TMCക്കൊപ്പം യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. ഔദ്യോഗികമായി അവരുടെ മെമ്പർഷിപ്പ് എടുക്കുകയല്ല, പക്ഷെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. പ്രത്യേകിച്ചും കമ്മ്യൂണിസത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി നേതാവ് എന്ന നിലയ്ക്കൊക്കെയാണ് TMCയുമായി ഒത്തുപോകാൻ കഴിഞ്ഞ 1.5 മാസമായി അതിൻ്റെ ചർച്ചകളായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് നമ്മളുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ പി വി അൻവർ പറഞ്ഞത്. CK വിജയൻ വിവരങ്ങളുമായിട്ട്. CK, എന്താണ് ഈ പ്രധാനപ്പെട്ട വിഷയം? ഇപ്പോൾ ഇന്നലെ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്നൊക്കെ അറിഞ്ഞ്, പക്ഷേ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭാവിയിൽ അദ്ദേഹം തൃണമൂലിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആകും. ഇനി രാജ്യാംഗമാണോ? അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാവാനുള്ള സാധ്യത വളരെ കുറവാണ്. രാജ്യപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ച മാധ്യമപ്രവർത്തകരോടെല്ലാം തന്നെ പി വി അൻവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമായ എന്തെങ്കിലും വാർത്ത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അൻവറിന് മുന്നിലുള്ള ഒരു കാര്യം, അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അകത്ത് അംഗത്വം എടുക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം UDFിലേക്കുള്ള ഒരു പ്രവേശനത്തിനുള്ള വഴിയും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 അവസരങ്ങൾ പി വി അൻവറിനെ സംബന്ധിച്ച് മുന്നിലുണ്ട്. ഒരുപക്ഷെ പി വി അൻവർ തൃണമൂലിന്റെ കേരള ഘടകമായി പ്രവർത്തിക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത നാളത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി കൈവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അവർ, അതായത് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ UDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമോ, അല്ല ചില ഇഷ്യൂ ബേസ്ഡ് ആയ നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ വേറെ വല്ല സസ്പെൻസും പി വി അൻവർ വെച്ചിട്ടുണ്ടോ എന്ന കാര്യവും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും രാവിലെ 9:30 തിരുവനന്തപുരം പല വാർത്താ സമ്മേളനങ്ങളും ആരോപണങ്ങളുടെ ഒരു പെരുമഴയാണ് കാണാറ്. അപ്പോൾ ഇനി പുതുതായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയോ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയോ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? അതാണോ ഇനി? അദ്ദേഹം ഈ ജയിൽ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അന്ന് തവനൂരിൽ നിന്നും പറഞ്ഞ ഒരു കാര്യം, ജയിലിനകത്ത് തനിക്ക് തരുന്ന ഭക്ഷണത്തെ പോലും താൻ സംശയിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയില്ല. ഏതായാലും രാഷ്ട്രീയമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദിവ്യേഷ്, ശരി. നാളെ രാവിലെയാണ് പി വി അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നാളെ രാവിലെ 9:30 അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തും. എന്താണ് ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി അത് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കാനാണോ, മറ്റെന്തെങ്കിലും കൂടുതൽ ആരോപണങ്ങളിലേക്കാണോ അദ്ദേഹം പോകുന്നത്? എന്തായാലും ആരോപണങ്ങളുണ്ടല്ലോ. ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇറങ്ങട്ടെ കാണിച്ചു തരാം എന്നൊരു വെല്ലുവിളി നടത്തിയിട്ടാണ് പോയത്. അതും മുഖ്യമന്ത്രിക്ക് എതിരെയായിരുന്നു ഒരു ആരോപണവും. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ആരോപണങ്ങളാണോ എന്തൊക്കെയാണെന്നുള്ളത് നാളെ തന്നെ കണ്ടറിയാം. നാളെയാണ് 9:30 പി വി അൻവർ മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.